കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 8 യൂണിറ്റ് 1 ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന മൂന്നാമത്തെ ലെസന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. Let's read. We have learned about the different stages of life. നമ്മളുടെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ വിവിധ ഘട്ടങ്ങൾ. ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദ ഡ്യൂട്ടീസ് ഓഫ് ഈ സ്റ്റേജ്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഓരോ സ്റ്റേജിലും ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ കടമ എന്താണ്, കർത്തവ്യം എന്താണെന്ന്? ഇൻ ദിസ് എക്സെർട്ട് ഫ്രം APJ അബ്ദുൽ കലാംസ് മെമ്മോയർ, എ യങ് ബോയ് ബിഗിൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. അങ്ങനെ APJ അബ്ദുൽ കലാമിൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്ന് ഒരു ചെറിയ കുട്ടി ഈ കാര്യം മനസ്സിലാക്കാൻ തുടങ്ങുകയാണ്. ഈ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കടമകളെക്കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങുകയാണ്. At a tender age, he forges his own bonds of life and evolves into a responsible member of the family, playing his role with pride and joy. അപ്പോൾ ചുരുക്കത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കുട്ടി തൻ്റെ ചുറ്റുമുള്ളവരുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നു. കുടുംബത്തിലെ ഒരു പ്രധാന ഉത്തരവാദിത്വമുള്ളൊരു വ്യക്തിയായി മാറുന്നു. തൻ്റെ കടമകൾ നിറവേറ്റുന്നതിൽ സന്തോഷവും അഭിമാനവും കണ്ടെത്തുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ ലെസണിലേക്ക് പോകുന്നതിന് മുമ്പേ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് ഇവിടെ ചുരുക്കമായി കൊടുത്ത കാര്യമൊന്ന് മനസ്സിലാക്കാം. APJ അബ്ദുൽ കലാം 1931 ജനിക്കുന്നു. 2015 അദ്ദേഹം മരിക്കുന്നത്. ബോൺ ഇൻ രാമേശ്വരം, തമിഴ്നാടു, was a scientist and statesman who led India's missile and space programs. APJ അബ്ദുൽ കലാം തമിഴ്നാട്ടിൽ രാമേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് 1931 ഒക്ടോബർ 15 ജനിക്കുന്നത്. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനായിരുന്നു, പിന്നെ സ്റ്റേറ്റ്മാൻ ആയിരുന്നു. സ്റ്റേറ്റ്മാൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രതന്ത്രജ്ഞൻ, അതാണ് സ്റ്റേറ്റ്മാൻ്റെ മലയാളം. ഓക്കെ. പിന്നെ ഇന്ത്യയുടെ മിസൈൽ ഗവേഷണ വികസന പരിപാടികൾക്ക് അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. അതുപോലെ തന്നെ ബഹിരാകാശ പദ്ധതികൾക്കും അദ്ദേഹം നേതൃത്വം നൽകിയിരുന്നു. ഹി വാസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫ്രം 2002 to 2007. 2002 മുതൽ 2007 വരെ അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു. പിന്നെ പറയുന്നു, ഹിസ് ഡീപ്പസ്റ്റ് ഇൻട്രസ്റ്റ് ലേ ഇൻ ഷെയറിംഗ് ഹിസ് ഐഡിയാസ് വിത്ത് യങ് മൈൻഡ്സ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ താല്പര്യം യുവ മനസ്സുകളുമായിട്ട് തൻ്റെ ആശയങ്ങൾ പങ്കുവെക്കുക. എമംഗ് ഹിസ് വർക്ക്സ് ആർ ഇന്ത്യ 2020, വിങ്സ് ഓഫ് ഫയർ, ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, യു ആർ ബോൺ ടു ബ്ലോസം ആൻഡ് ടാർഗറ്റ് 3 billion. He was the recipient of several prestigious awards including the Bharat Ratna, India's highest civilian honor. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിൽ ചിലതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് എഴുതിയ വർഷമാണ് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തത്. അതുകൂടാതെ ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി, അതായത് ഇന്ത്യസ് ഹയസ്റ്റ് സിവിലിയൻ ഓണർ, ഭാരത് രത്ന ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ സെവറൽ പ്രസ്റ്റീജിയസ് അവാർഡ്സ്, അനേക പ്രസ്റ്റീജിയസ് അവാർഡ്, അതായത് അഭിമാനിക്കാവുന്ന പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. എക്സ്ട്രാക്ട് ഫ്രം APJ അബ്ദുൽ കലാംസ് മെമ്മോയർ, മൈ ജേർണി ട്രാൻസ്ഫോമിംഗ് ഡ്രീംസ് ഇൻ ടു ആക്ഷൻ. നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ലെസൺ അബ്ദുൽ കലാമിൻ്റെ ഓർമ്മക്കുറിപ്പായ മൈ ജേർണി ട്രാൻസ്ഫോമിംഗ് ഡ്രീംസ് ഇൻ ടു ആക്ഷൻ എന്ന ബുക്കിൽ നിന്ന് ഒരു ഭാഗമാണ്. നമ്മുടെ ഈ ലെസൻ്റെ ഹെഡിങ് ലിറ്റിൽ തിങ്സ് മാറ്റർ. ചെറിയ കാര്യങ്ങൾ പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് വായിക്കാം. എവറി മോർണിംഗ് എ ലാർജ് പൈൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് തമിഴ് ഈസ് ഡെലിവേർഡ് ടു മീ. എല്ലാ ദിവസവും രാവിലെ ഇംഗ്ലീഷിലും തമിഴിലുമുള്ള ഒരു വലിയ കെട്ട് പത്രങ്ങൾ എനിക്ക് ലഭിക്കും. ഡ്യൂറിങ് മൈ ട്രാവൽസ് അബ്രോഡ് ഐ സ്റ്റേ ഇൻ ടച്ച് വിത്ത് ന്യൂസ് ഫ്രം ഇന്ത്യ. വിദേശ യാത്രയിലായിരിക്കുമ്പോഴൊക്കെ ഞാൻ ഇന്ത്യയിലെ വാർത്തകളുമായിട്ട് ബന്ധം പുലർത്താറുണ്ട്. അതാണ് സ്റ്റേ ഇൻ ടച്ച്. ഐ ഡു ദിസ് ബൈ ഗോയിങ് ഓൺലൈൻ ടു റീഡ് ന്യൂസ് ആർട്ടിക്കിൾസ്, എഡിറ്റോറിയൽസ് ഇൻ മാഗസീൻസ് ആൻഡ് പേപ്പേഴ്സ്. എങ്ങനെയാണ് ഞാൻ ഈ ബന്ധം നിലനിർത്തുന്നത്? വാർത്താ ലേഖനങ്ങൾ, മാസികകൾ, പത്രങ്ങൾ, എഡിറ്റോറിയലുകൾ ഇതൊക്കെ വായിച്ചുകൊണ്ട്, എങ്ങനെ? ഓൺലൈനിൽ വായിച്ചുകൊണ്ട്. ഐ വാസ് ബോൺ ഇൻ ദ ഇയർ 1931. ഞാൻ 1931 ജനിച്ചത്. വെൻ ഐ വാസ് അബൌട്ട് 8, വേൾഡ് വാർ 2 ബ്രോക്ക് ഔട്ട്. എനിക്ക് ഏകദേശം 8 വയസ്സായപ്പോൾ രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു, അതായത് തുടങ്ങി. ഡെയിലി ലൈഫ് however remained fairly unaffected initially, particularly for us in the
സദേൺ ടിപ്പ് ഓഫ് ദ കൺട്രി. അതായത് തെക്കേ അറ്റത്ത് താമസിച്ചിരുന്ന രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്താണ് ഈ രാമേശ്വരം. അവിടെ ആയിരുന്ന ഞങ്ങൾക്ക് ഈ ദൈനംദിന ജീവിതം വലിയ പ്രശ്നമുണ്ടായിരുന്നില്ല തുടക്കത്തിൽ, ഇനീഷ്യലി. The only source of information about the outside world was the newspaper. പുറം ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ അത് ന്യൂസ് പേപ്പറിലൂടെ മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ. The agency that distributed newspaper was run by my cousin ഷംസുദ്ദീൻ. അപ്പോൾ ഈ പത്രം വിതരണം ചെയ്യുന്ന ഏജൻസി നടത്തിയിരുന്നത് എൻ്റെ കസിനായ ഷംസുദ്ദീൻ ആയിരുന്നു. Along with Jalaluddin, he was a big influence in my early life. ജലാലുദ്ദീനൊപ്പം അദ്ദേഹം എൻ്റെ ആദ്യകാല ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നു. ഇവിടെ ഇൻഫ്ലുവൻസ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് സ്വാധീനം. ഷംസുദ്ദീൻ ഹാഡ് എ ഗ്രേറ്റ് എഫെക്ഷൻ ഫോർ മീ and encouraged me in so many ways that he became a guiding light for me. ഷംസുദ്ദീന് എന്നോട് വലിയ സ്നേഹമായിരുന്നു. അതാണ് ഗ്രേറ്റ് എഫെക്ഷൻ എന്ന് പറയുന്നത്. അതുകൂടാതെ അദ്ദേഹം പല രീതിയിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതാണ് എൻകറേജ് എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിച്ചിരുന്നു. പിന്നെ അതിനാൽ അദ്ദേഹം എനിക്കൊരു വഴികാട്ടിയായി മാറി. അതാണ് ഗൈഡിങ് ലൈറ്റ് എന്ന് പറയുന്നത്. ഷംസുദ്ദീൻസ് ന്യൂസ് പേപ്പർ ഏജൻസി വാസ് ദ ഓൺലി വൺ ഇൻ രാമേശ്വരം. ഈ രാമേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഷംസുദ്ദീൻ്റെ ഒരൊറ്റ ന്യൂസ് പേപ്പർ ഏജൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. There were about 1,000 literate people in the town and he delivered newspapers to all of them. ആ ടൗണിൽ ഏകദേശം 1000-ഓളം വിദ്യാസമ്പന്നരായ ആളുകളുണ്ടായിരുന്നു. ഇവർക്കൊക്കെ പേപ്പർ എത്തിച്ചു കൊടുക്കുന്നത് ഷംസുദ്ദീനാണ്. The papers carried news about the independence movement that was heading towards a crescendo at the time. ആ സമയത്ത് മൂർധന്യാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള വാർത്തകൾ ആ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ക്രിസാൻഡോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥമാണ് മൂർധന്യാവസ്ഥയിലേക്ക്. These news items would be read and discussed among everyone. ഈ വാർത്ത എല്ലാവരുടെ ഇടയിലും വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയുമായിരുന്നു. There would also be news from the war front about Hitler and the Nazi army. യുദ്ധരംഗത്ത് നിന്നുള്ള ഹിറ്റ്ലറെക്കുറിച്ചും നാസി പടയെക്കുറിച്ചുള്ള വാർത്തകളും ഉണ്ടാകുമായിരുന്നു. The Tamil paper ദിനമണി was the most popular of all. എല്ലാ പത്രങ്ങളെക്കാട്ടും പ്രചാരമുള്ളത് തമിഴ് പേപ്പറായ ദിനമണി ആയിരുന്നു. The way the papers reached രാമേശ്വരം was quite unique. അങ്ങനെ ഈ പത്രങ്ങളെല്ലാം രാമേശ്വരത്ത് എത്തിച്ചേരുന്ന രീതി തികച്ചും സവിശേഷമായിരുന്നു. They came by morning train and were kept at രാമേശ്വരം stations. അതിരാവിലെയുള്ള ട്രെയിനിനാണ് ഈ പത്രങ്ങളൊക്കെ വരിക. എന്നിട്ട് അത് രാമേശ്വരം സ്റ്റേഷനിൽ ഇറക്കി വെക്കും. From there they had to be collected and sent to all the subscribers. അങ്ങനെ രാമേശ്വരം സ്റ്റേഷനിൽ ഇറക്കി വെച്ച പത്രങ്ങളൊക്കെ എടുത്തിട്ട് അതത് ഉപഭോക്താക്കളുടെ അടുത്ത് എത്തിക്കും. This was Shamsuddin's business and he managed it effortlessly. അങ്ങനെ ഷംസുദ്ദീൻ്റെ ബിസിനസ് ഇതായിരുന്നു. അദ്ദേഹം അത് വളരെ എളുപ്പത്തിൽ പ്രയാസമില്ലാതെ കൈകാര്യം ചെയ്തു. അതാണ് മാനേജ്ഡ് ഇറ്റ് എഫേർട്ട്ലെസ്ലി, പ്രയാസം കൂടാതെ കൈകാര്യം ചെയ്യുക. However, as World War II raged, it affected the newspaper delivery business in a strange way. എങ്കിലും രണ്ടാം ലോക മഹായുദ്ധം രൂക്ഷമായപ്പോൾ, അതാണ് റേജ്ഡ്, രൂക്ഷമായപ്പോൾ അത് പത്രവിതരണ ബിസിനസ്സിനെ ഒരു വിചിത്രമായ രീതിയിൽ, ഒരു വല്ലാത്ത രീതിയിൽ ബാധിച്ചു. അതാണ് ഇൻ സ്ട്രേഞ്ച് വേ, ഒരു വല്ലാത്ത രീതിയിൽ ബാധിച്ചു. The British government had placed a number of sanctions and rations on goods. അപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ എന്ത് ചെയ്തു? നിരവധി സാധനങ്ങൾക്ക്, കുറേ സാധനങ്ങൾക്കൊക്കെ സാങ്ഷനിങ്ങും റാഷനിങ്ങും ഏർപ്പാടാക്കി. അതായത് എല്ലാം സാങ്ഷനാക്കി, അതേ സമയത്ത് റേഷൻ പോലെ, നമ്മളുടെ ഇപ്പോഴത്തെ റേഷൻ കടയില്ലേ, അതുപോലെ ഒരു സംവിധാനം കൊണ്ടുവന്നു. അതായത് ആളുകൾക്കൊക്കെ സാധനങ്ങളൊക്കെ തുല്യ അളവിൽ കിട്ടുക എന്നൊരു സംവിധാനം കൊണ്ടുവന്നു. സംതിങ് ലൈക്ക് എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി നൗ പ്രിവെയിൽഡ് ഇൻ ദ കൺട്രി. അങ്ങനെ രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യം അപ്പോൾ നിലനിന്നിരുന്നു. അതായത് പ്രിവെയിൽഡ് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുക. ആ ലാർജ് ഫാമിലി ഫെൽറ്റ് ദ ഡിഫിക്കൽട്ടീസ് അക്യൂട്ട്ലി. ഞങ്ങളുടെ വലിയ കുടുംബം ബുദ്ധിമുട്ടുകൾ തീവ്രമായി അനുഭവിച്ചു. ഡിഫിക്കൽട്ടീസ് അക്യൂട്ട്ലി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ തീവ്രമായ നിലയിൽ എന്നാണ് അർത്ഥം. Food, clothes, the needs of the babies of the household all became difficult to procure. അതായത് ഭക്ഷണ സാധനങ്ങൾ, തുണിത്തരങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ശേഖരിക്കാനായിട്ട്, അതാണ് പ്രൊക്യൂർ എന്നർത്ഥം, വാങ്ങുക, ശേഖരിക്കുക. അപ്പോൾ വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ശേഖരിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായി തീർന്നു.
As the difficulties of the war continued to affect us, Shamsuddin came up with a proposal that excited and delighted me. യുദ്ധത്തിൻ്റെ കഷ്ടപ്പാടുകൾ ഞങ്ങളെ തുടർന്നും ബാധിച്ചു കൊണ്ടിരുന്നപ്പോൾ, അതാണ് കണ്ടിന്യൂ ടു എഫക്റ്റസ്, ഷംസുദ്ദീൻ എന്നെ ആവേശം കൊള്ളിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതാണ് എക്സൈറ്റഡ് ആൻഡ് ഡിലൈറ്റഡ്. ആവേശം കൊള്ളിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത ഒരു നിർദ്ദേശം, പ്രപ്പോസൽ മുന്നോട്ട് വെച്ചു. വൺ ഫോൾ ഔട്ട് ഓഫ് ദ കണ്ടീഷൻസ് വാസ് ദാറ്റ് ദ റെയിൽ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ ഹാഡ് ബീൻ ഡൺ എവേ വിത്ത്. ഇവിടെ ഫോൾ ഔട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ചില കാരണം കൊണ്ട് ചില സ്ഥലത്തെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാറ്റം വരിക. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? രാമേശ്വരം സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുന്നത് ഒഴിവാക്കി. അതെന്താണ് കാരണം? യുദ്ധം കാരണം. അപ്പോൾ അതാണ് ഇവിടുത്തെ ഫോൾ ഔട്ട്. അപ്പം രാമേശ്വരം സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുന്നത് ഒഴിവാക്കി. ഇനി മുതൽ ട്രെയിൻ അവിടെ നിർത്തില്ല. വാട്ട് വുഡ് ഹാപ്പൻ ടു അവർ പേപ്പേഴ്സ് ദെൻ? അങ്ങനെ ട്രെയിൻ രാമേശ്വരം സ്റ്റേഷനിൽ നിർത്തിയില്ലെങ്കിൽ നമ്മളുടെ പത്രങ്ങൾക്കൊക്കെ എന്ത് സംഭവിക്കും? ഹൗ വെയർ ദേ ടു ബി കളക്റ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ ദ പീപ്പിൾ ഓഫ് ദ ടൗൺ? അങ്ങനെയാണെങ്കിൽ ഈ പത്രം കിട്ടേണ്ട ആളുകൾക്ക് ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് എങ്ങനെ അവർക്ക് എത്തിക്കും? ഷംസുദ്ദീൻ ഫൗണ്ട് ഔട്ട് എ വേ. ഷംസുദ്ദീൻ അതിനൊരു പോം വഴി കണ്ടു. ഫൗണ്ട് ഔട്ട് എ വേ എന്ന് പറഞ്ഞാൽ പോം വഴി കണ്ടെത്തി. ദ പേപ്പേഴ്സ് വുഡ് ബി കെപ്റ്റ് റെഡി ഇൻ ലാർജ് ബണ്ടിൽസ്. അങ്ങനെ പത്രങ്ങളൊക്കെ വലിയ വലിയ ബണ്ടിലാക്കി കെട്ടുകളാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. ആസ് ദ ട്രെയിൻ ചക്ക് ഡൗൺ ദ രാമേശ്വരം ധനുഷ്കോടി ട്രാക്ക് ദേ വുഡ് ബി ഫ്ലങ് ഔട്ട് ഓൺ ടു ദ പ്ലാറ്റ്ഫോം. അതായത് രാമേശ്വരം സ്റ്റേഷൻ ട്രെയിൻ കടന്നു പോകും. അതായത് രാമേശ്വരം ധനുഷ്കോടി റൂട്ടാണത്. അപ്പോൾ രാമേശ്വരം സ്റ്റേഷനിലൂടെ ഈ ട്രെയിൻ കടന്നു പോകുമ്പോൾ ഈ വലിയ വലിയ കെട്ട് പത്രങ്ങൾ രാമേശ്വരം പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചെറിയപ്പെടും. ആൻഡ് ദാറ്റ് ഈസ് വേർ ഐ കെയിം ഇൻ. അപ്പോൾ ഇവിടെയാണ് എൻ്റെ പങ്ക്. Shamsuddin offered me the enjoyable job of collecting these bundles of papers thrown from the moving train and then taking them around town for distribution. അപ്പം ഷംസുദ്ദീൻ എനിക്ക് നൽകിയ ആ ജോലി എന്താണ്? എന്നെ സന്തോഷിപ്പിച്ച ആ ജോലി എന്താണെന്നറിയോ? ഈ വലിച്ചെറിയപ്പെടുന്ന പത്രക്കെട്ടുകളൊക്കെ കളക്ട് ചെയ്യുക, എല്ലാം ശേഖരിച്ചിട്ട് അത് ടൗണിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സ്ഥലങ്ങളിൽ എത്തിക്കുക. മൈ എൻത്യൂസിയാസം ന്യൂ നോ ബൗണ്ട്സ്. എൻ്റെ ഉത്സാഹത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല. എൻത്യൂസിയാസം എന്ന് പറഞ്ഞാൽ ഉത്സാഹം. ഐ വാസ് ഓൺലി 8 ബട്ട് ഐ വാസ് ഗോയിങ് ടു കോൺട്രിബ്യൂട്ട് ഇൻ എ മീനിങ് വേ ടു ദ ഹൗസ് ഹോൾഡ് ഇൻകം. എനിക്കന്ന് 8 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും വീട്ടിലെ വരുമാനത്തിലേക്ക് അർത്ഥപൂർണമായ രീതിയിൽ, അതാണ് മീനിങ് വേ, അർത്ഥപൂർണമായ രീതിയിൽ സംഭാവന ചെയ്യാൻ ഞാൻ പോവുകയായിരുന്നു, ഞാൻ ഒരുങ്ങുകയായിരുന്നു. For many days I had noticed the amount of food on my mother and grandmother's plate becoming lesser and lesser as they divided the portions between all of us. അങ്ങനെ എൻ്റെ അമ്മയും എൻ്റെ ഗ്രാൻഡ് മദറും എൻ്റെ മുത്തശ്ശിയും അവർക്കുള്ള ഭക്ഷണം ഞങ്ങളെ ഇടയിലൊക്കെ ഇങ്ങനെ ഓതി വെക്കുകയാണ്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? അവർക്ക് ഭക്ഷണം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. The children were always fed first and I don't remember any of us ever going hungry. കുട്ടികൾക്കൊക്കെ ഭക്ഷണം ഓതി വെച്ച് നല്ലോണം കൊടുക്കും. അപ്പോൾ കുട്ടികളൊക്കെ നല്ലോണം ഭക്ഷണം കഴിക്കും. അത് കാരണം ഞങ്ങൾ വിശന്നിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. Obviously the women were compromising on their nutrition for us. തീർച്ചയായും സ്ത്രീകൾ അവരുടെ പോഷകാഹാരത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയായിരുന്നു. അതാണ് കോംപ്രമൈസിങ്, വിട്ടുവീഴ്ച ചെയ്യുകയായിരുന്നു. ഐ റെഡിലി ആക്സെപ്റ്റഡ് ഷംസുദ്ദീൻസ് ഓഫർ. അത് കാരണം ഞാൻ വളരെ സന്തോഷത്തോടെ പെട്ടെന്ന് തന്നെ ഷംസുദ്ദീൻ പറഞ്ഞ ആ ജോലി ഏറ്റെടുത്തു. However, my new job had to be fitted into my regular routine. My studies and school had to continue as before. The delivery business had to be accommodated amidst all these other activities. അമിഡ്സ് ഓൾ ദീസ് അതർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളുടെ ഇടയിൽ എന്നാണ് അതിൻ്റെ അർത്ഥമാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഞാൻ പുതിയതായിട്ട് ചെയ്യാൻ ഏറ്റെടുത്ത ആ ഡെലിവറി ബിസിനസ് എൻ്റെ റൂട്ടീനായിട്ട് ചെയ്യുന്ന റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും എൻ്റെ സ്കൂളിലേക്കുള്ള പോക്ക്, പഠിത്തം, ഇതിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ ഞാൻ ക്രമീകരിക്കേണ്ടതായിട്ട് വന്നു. അതായത് അക്കോമഡേറ്റ് ചെയ്യുക, ഒരു ക്രമീകരണം ചെയ്യേണ്ടതായിട്ട് വന്നു. Among my siblings and cousins, I had shown an early aptitude for mathematics. എൻ്റെ സഹോദരങ്ങൾ, അതായത് സിബ്ലിങ്സ് ആൻഡ് കസിൻസ്, ബന്ധുക്കൾ, ഇവരുടെയൊക്കെ ഇടയിൽ എനിക്ക് കണക്ക് ചെയ്യാൻ നേരത്തെ കുറച്ച് കഴിവുണ്ടായിരുന്നു എന്ന് മനസ്സിലായി.
My father had arranged for me to take tuitions from our mathematics teacher. എൻ്റെ പിതാവ് ഞങ്ങളുടെ ഗണിതശാസ്ത്രം, അതായത് മാത്തമാറ്റിക്സ് ടീച്ചർ, ഗണിതശാസ്ത്ര അധ്യാപകനിൽ നിന്ന് എനിക്ക് ഒരു ട്യൂഷൻ അറേഞ്ച് ചെയ്തു. However, my teacher had a condition that we students needed to reach his home at dawn after having taken a bath. എങ്കിലും ഞങ്ങളുടെ അധ്യാപകന് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. എന്താണ്? ഞങ്ങൾ സ്റ്റുഡൻസ് ഒക്കെ അതിരാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തണം, പക്ഷേ നല്ല കുളിച്ച് വൃത്തിയായിട്ട് എത്തണം. So for a year, which was the duration of the tuition, I started my day while it was still dark outside, with my mother shaking me awake. അങ്ങനെ ഈ ട്യൂഷൻ്റെ സമയം, അതായത് കാലം, ഒരു വർഷമായിരുന്നു. അപ്പോൾ ഈ ഒരു വർഷക്കാലത്തേക്ക് അതിരാവിലെ തന്നെ എന്നെ അമ്മ കുലുക്കി ഉണർത്തും. ആ സമയത്ത് പുറത്ത് സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവില്ല, ഇരുട്ട് തന്നെയായിരിക്കും. അപ്പോൾ അത്രയും അതിരാവിലെയാണ് ഞാൻ എൻ്റെ ദിവസം തുടങ്ങാറ്. ഷീ ഹെർസെൽഫ് വുഡ് ഹാവ് റിസൺ ബിഫോർ മീ ആൻഡ് ഗോട്ട് മൈ ബാത്ത് റെഡി. അങ്ങനെ എന്നെക്കാട്ടും മുമ്പേ എൻ്റെ അമ്മ ഉണർന്ന് എനിക്ക് കുളിക്കാനുള്ള ഒരുക്കങ്ങളും വെള്ളം കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും. ഷീ വുഡ് ദെൻ ഹെൽപ്പ് മീ ബെയ്ത്ത് ആൻഡ് സെൻഡ് മീ ഓൺ മൈ വേ ടു മൈ ടീച്ചേഴ്സ് ഹോം. അങ്ങനെ അതിനുശേഷം എന്നെ കുളിക്കാനൊക്കെ സഹായിച്ച് എന്നെ ആ ട്യൂഷൻ ടീച്ചറെ വീട്ടിലേക്ക് പറഞ്ഞയക്കും, റെഡിയാക്കിയിട്ട് എന്നെ പറഞ്ഞയക്കും. There I would study for an hour and return by 5 AM. അവിടെ ഒരു മണിക്കൂർ നേരത്തേക്കാണ് ട്യൂഷൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ 5 മണിയാകുമ്പോൾ തിരിച്ചെത്തും. രാവിലെ 5 മണിയാകുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ തന്നെ എത്തും. By then my father would be ready to take me to the Arabic school nearby. അപ്പോഴേക്കും അടുത്തുള്ള അറബിക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് എൻ്റെ അച്ഛൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ആഫ്റ്റർ മൈ ലെസൺസ് വാസ് ഓവർ ഐ വുഡ് സ്പ്രിൻറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ എൻ്റെ പാഠങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് അതിവേഗത്തിൽ ഓടുമായിരുന്നു. സ്പ്രിൻറ്റ് എന്ന് പറഞ്ഞാൽ അതിവേഗത്തിലുള്ള ഓട്ടത്തിനാണ് സ്പ്രിൻറ്റ് എന്ന് പറയുക. സൂൺ ദ എൻജിൻ സ്മോക്ക് വുഡ് ബി വിസിബിൾ ഇൻ ദ ഡിസ്റ്റൻസ്. അങ്ങനെ ഒട്ടും താമസിയാതെ ദൂരെ നിന്ന് ആ എൻജിന് ഉയർന്നു പൊങ്ങുന്ന ആ പുക എനിക്ക് കാണാമായിരുന്നു. The horn would be tooted loudly and with a thunderous roar. The train would pass through the station. അങ്ങനെ വളരെ ശബ്ദത്തിൽ ഹോൺ അടിച്ചുകൊണ്ടും ഒരു ഇടിമുഴക്കത്തിൻ്റെ സൗണ്ടോടുകൂടിയൊക്കെ ഈ ട്രെയിൻ ആ സ്റ്റേഷനിലൂടെ കടന്നു പോകും. I had worked out the best spot from which to keep an eye out for the flying newspaper bundles. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ഈ ന്യൂസ് പേപ്പർ ബണ്ടിൽസ് ഇങ്ങനെ എടുത്തെടുത്ത് എറിയാണ്. അപ്പോൾ ഈ ഓരോ ബണ്ടിലും എവിടെയൊക്കെ പോയി വീഴുന്നു എന്ന് ശരിക്കും കാണാനായിട്ട് ഒരു കറക്റ്റ് സ്ഥലം ഞാൻ ഈ സ്റ്റേഷനിൽ കണ്ടുപിടിച്ചിരുന്നു. ലൈക്ക് ക്ലോക്ക് വർക്ക് ദേ വുഡ് ബി ടോസ്ഡ് ഔട്ട് ഓൺ ടു ദ പ്ലാറ്റ്ഫോം. ഇവിടെ ലൈക്ക് ക്ലോക്ക് വർക്ക് എന്ന് പറയുന്നില്ലേ, അതായത് ഒരു ക്ലോക്ക് പ്രവർത്തിക്കുന്നത് പോലെ അത്രയും കൃത്യതയോടുകൂടെ ഈ ഓരോ ബണ്ടിലുകളും പത്രക്കെട്ടുകളും പ്ലാറ്റ്ഫോമിലേക്ക് എടുത്ത് എറിയപ്പെടുമായിരുന്നു. ദി ട്രെയിൻ വുഡ് ദെൻ ഹഫ് ആൻഡ് പഫ് എവേ. ഇവിടെ ഈ ഹഫ് ആൻഡ് പഫ് എന്ന് പറയുന്നത് സ്റ്റീം എഞ്ചിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശബ്ദമാണ്. പണ്ട് കാലത്ത് ഈ സ്റ്റീം എഞ്ചിനാണ് ഉണ്ടായത്. ഇപ്പം ഈ സ്റ്റീം എഞ്ചിനൊന്നും ഇല്ല. ഇപ്പം ഫുൾ ഡീസലും അല്ലെങ്കിൽ ഇലക്ട്രിക്കാണ് കൂടുതലും. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഈ സ്റ്റീം എഞ്ചിൻ കണ്ടു കാണില്ല. ഓക്കെ, അപ്പം ആ സ്റ്റീം എഞ്ചിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശബ്ദത്തെയാണ് ഇവിടെ ഹഫ് ആൻഡ് പഫ്. അപ്പോൾ അങ്ങനെ ആ ശബ്ദത്തോടു കൂടെ ആ ട്രെയിൻ അവിടുന്ന് കടന്നു പോകുന്നു. ഷംസുദ്ദീൻസ് പേഴ്സൺ ഇൻ ദ ട്രെയിൻ വുഡ് വേവ് ഔട്ട് ടു മീ ആൻഡ് മൈ ജോബ് വുഡ് ബിഗിൻ. അങ്ങനെ കടന്നു പോകുന്ന വണ്ടിയിൽ നിന്ന് ഷംസുദ്ദീൻ്റെ ആൾക്കാർ ഇവനോട് കൈകൊണ്ട് ബായ് പറയും. അതിനുശേഷം ട്രെയിൻ കടന്നു പോകും. പിന്നെ എൻ്റെ ജോലി ആരംഭിക്കും. I then picked up the bundles, divided them up into batches according to the neighborhood in which the papers had to be distributed and off I went. അപ്പം ട്രെയിൻ കടന്നു പോയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും? അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ആ ബണ്ടിൽസൊക്കെ എടുത്ത് ആ കെട്ടുകളൊക്കെ എടുത്ത് അതിനെ ചെറിയ കെട്ടുകളാക്കി എവിടെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അതനുസരിച്ചുള്ള ചെറിയ ചെറിയ കെട്ടുകളൊക്കെ ആക്കിയിട്ട് ഞാൻ പിന്നെ പുറപ്പെടും. For about an hour I tore around രാമേശ്വരം delivering the papers to everyone. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറോളം ഞാൻ രാമേശ്വരത്തു കൂടെ ഒക്കെ ഓടി നടന്ന് പേപ്പറുകൾ ആർക്കൊക്കെയാണ് എത്തിക്കേണ്ടത് അവിടെയൊക്കെ എത്തിക്കും. Soon I began to identify people by the papers they read. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ താമസിയാതെ ആളുകൾ വായിക്കുന്ന പത്രങ്ങൾ വെച്ച് ഞാൻ അവരെ തിരിച്ചറിയാൻ തുടങ്ങി. Many would be waiting for me and there would always be a friendly word or two. മിക്ക ആൾക്കാരും എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാവരും എന്നോട് വളരെ സ്നേഹത്തോടെ ഒന്നോ രണ്ടോ വാക്കുകൾ പറയുകയും ചെയ്യും. Some would tell me to hurry back home so I would not be late for school.
ഞാൻ സ്കൂളിൽ താമസിക്കാതെ എത്താൻ വേണ്ടിയിട്ട് ചിലരൊക്കെ എന്നോട് പെട്ടെന്ന് തന്നെ തിരിച്ചു വീട്ടിലേക്ക് പോകാൻ പറയും. ഐ തിങ്ക് മോസ്റ്റ് പീപ്പിൾ എൻജോയ്ഡ് ബീയിങ് ഹാൻഡഡ് ദെയർ പേപ്പേഴ്സ് ബൈ എ ചിയർഫുൾ 8-year-old. ഒരു ഉന്മേഷവാനായ 8 വയസ്സുള്ള കുട്ടി ഇവരുടെയൊക്കെ പേപ്പറുകൾ കൊണ്ടു കൊടുക്കുന്നത് അവർക്കൊക്കെ നല്ല സന്തോഷം ഉളവാക്കുന്നു, അല്ലെങ്കിൽ അവരത് ആസ്വദിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ടൗൺ ബീയിങ് ഓൺ ദ ഈസ്റ്റ് കോസ്റ്റ്, ബൈ ദ ടൈം ദ വർക്ക് വാസ് ഓവർ അറ്റ് 8 AM, ദ സൺ വുഡ് ബി ഹൈ അപ്പ് ഇൻ ദ സ്കൈ. ഞങ്ങൾ താമസിക്കുന്ന ആ പട്ടണം കിഴക്കൻ തീരത്താണ്. അപ്പോൾ എൻ്റെ ജോലിയെല്ലാം കഴിയുമ്പോഴേക്കും, അതായത് 8 മണിയാവും എൻ്റെ ജോലിയെല്ലാം കഴിയുവാൻ, അപ്പോഴേക്കും സൂര്യൻ നല്ല ഉയർന്ന് വന്നിട്ടുണ്ടാവും. നൗ ഐ ഹെഡഡ് ബാക്ക് ഹോം വേർ മൈ മദർ വെയിറ്റഡ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി. അവിടെ എൻ്റെ അമ്മ പ്രഭാത ഭക്ഷണവുമായിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എ സിമ്പിൾ മീൽ വുഡ് ബി സെർവ്ഡ്, ബട്ട് ഹൗ ഹംഗ്രി ഐ വാസ്. ഒരു വളരെ ലളിതമായ ഭക്ഷണമായിരിക്കും സിമ്പിൾ മീൽ എനിക്ക് തരിക, പക്ഷേ എൻ്റെ ഈ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ടാവും. മൈ മദർ മെയ്ഡ് ഷുവർ ഐ ഏറ്റ് എവറി മോർസൽ ബിഫോർ സെൻഡിങ് മീ ഓഫ് ടു സ്കൂൾ. ഇവിടെ മോർസൽ എന്ന വാക്കിൻ്റെ അർത്ഥം കഷ്ണങ്ങൾ എന്നർത്ഥം. പക്ഷേ ഇവിടെ എന്താ വരുന്നത്, എൻ്റെ അമ്മ ഞാൻ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ എല്ലാ ഭക്ഷണവും ഒരു വറ്റ് പോലും ബാക്കി വെക്കാതെ കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തും. അതാണ് ഇവിടെ മോർസൽ എന്ന് പറഞ്ഞാൽ ഒരു വറ്റ് പോലും ബാക്കി വെക്കാതെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്. ബട്ട് മൈ വർക്ക് ഡിഡ് നോട്ട് എൻഡ് ദെയർ. പക്ഷേ അവിടെ എൻ്റെ ജോലി അവസാനിക്കുന്നില്ല. ഇൻ ദ ഈവനിങ് ആഫ്റ്റർ സ്കൂൾ വാസ് ഓവർ, ഐ വുഡ് ഡു ദ റൗണ്ട്സ് ഓഫ് ഷംസുദ്ദീൻസ് കസ്റ്റമേഴ്സ് അഗെയിൻ, കളക്ടിങ് ഡ്യൂസ്. അതായത് സ്കൂൾ കഴിഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ എന്താ ചെയ്യുക, ഈ പേപ്പർ കൊണ്ടു കൊടുത്ത ആൾക്കാരുടെ ഒക്കെ അടുത്ത് പോയിട്ട്, അതായത് ഷംസുദ്ദീൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് കളക്ഷൻ എടുക്കും, പൈസ തരാനുള്ളൊക്കെ ഡ്യൂസൊക്കെ കളക്ട് ചെയ്യും. ദെൻ ഐ വുഡ് മീറ്റ് ഹിം സോ ദാറ്റ് ഹീ കുഡ് വർക്ക് ഔട്ട് ദ അക്കൗണ്ട്സ് ഓഫ് ദ ഡേ. അതിനുശേഷം ഷംസുദ്ദീൻ്റെ അടുത്ത് ഇത് കൊണ്ടു കൊടുക്കും, കാരണം അന്ന് ആ ദിവസത്തെ അക്കൗണ്ട്സൊക്കെ കണക്കൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട്. At that time, sitting somewhere near the sea with the breeze blowing in, Jalaluddin or Shamsuddin would finally open up the day's paper. അങ്ങനെ നല്ല കാറ്റുള്ള വൈകുന്നേരം കടൽ തീരത്ത് എവിടെയെങ്കിലും ഞങ്ങൾ ഇരിക്കും. അപ്പോൾ ജലാലുദ്ദീൻ അല്ലെങ്കിൽ ഷംസുദ്ദീൻ ആരെങ്കിലും ഒരാൾ അന്നത്തെ പേപ്പർ തുറക്കും. All of us would pour over the black type of the ദിനമണി. അങ്ങനെ ദിനമണി എന്ന് പറഞ്ഞ ആ പേപ്പറിൻ്റെ ആ കറുത്ത അക്ഷരങ്ങളിലേക്ക് ഞങ്ങൾ ആഴ്ന്നിറങ്ങും. അതാണ് വുഡ് പോർ ഓവർ, ആഴ്ന്നിറങ്ങും. അതിൻ്റെ അർത്ഥം ഞങ്ങൾ ശ്രദ്ധയോടുകൂടെ കാര്യങ്ങളൊക്കെ വായിച്ചു തുടങ്ങും. വൺ ഓഫ് ദെം വുഡ് റീഡ് അലൗഡ് ദ ന്യൂസ് ഐറ്റംസ് ആൻഡ് സ്ലോലി ദ ലാർജ് ഔട്ട്സൈഡ് വേൾഡ് വുഡ് എൻറ്റർ ആർ കോൺഷ്യസ്നസ്. അങ്ങനെ ഒരാൾ ഈ ന്യൂസൊക്കെ ഉറക്കെ വായിക്കാൻ തുടങ്ങും. അങ്ങനെ പതുക്കെ പതുക്കെ പുറം ലോകത്തിൻ്റെ വാർത്തകളൊക്കെ ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ കയറി തുടങ്ങും, ഞങ്ങൾ മനസ്സിലാക്കി തുടങ്ങും. ഗാന്ധിജി, കോൺഗ്രസ്, ഹിറ്റ്ലർ, പെരിയാർ, EV രാമസ്വാമി, their words would hang in the evening air. അതായത് ഗാന്ധിജിയെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങൾ പറ്റിയിട്ട്, പിന്നെ പൊളിറ്റിക്സ്, അതാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്, രാഷ്ട്രീയം, പിന്നെ ഹിറ്റ്ലർ, പെരിയാർ, നദിയെക്കുറിച്ച്, ഇവന് EV രാമസ്വാമി, അങ്ങനെ പല ന്യൂസുകളും ഈ വലിയ വലിയ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ വാർത്ത അങ്ങനെ ഉറക്കെ വായിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ നിൽക്കുന്നവരൊക്കെ കേൾക്കും. ആ അന്തരീക്ഷത്തിലൊക്കെ ആ വാർത്ത അങ്ങനെ തങ്ങി നിൽക്കും എന്നാണ് പറയുന്നത്. I would trace the photos and words with my fingers, wondering what it must be like to be out there in the large world with all of them. പേപ്പറിലുള്ള ചിത്രങ്ങളിലും വാക്കുകളിലും ഒക്കെ ഇങ്ങനെ വിരലോടിച്ചിട്ട് ഞാനിങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്. എന്ത്, ആ വലിയ വലിയ ആൾക്കാരുടെ കൂടെ ആ വിശാലമായ ലോകത്ത് ഞാൻ അവരോട് കൂടെ ആയിരിക്കുകയാണെങ്കിൽ എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. Maybe I thought to myself, one day I would go to the big cities like Madras, Bombay and Calcutta. ഒരു പക്ഷേ മദ്രാസ്, ബോംബെ, കൽക്കത്ത പോലുള്ള വലിയ വലിയ നഗരങ്ങളിലേക്കൊക്കെ ഞാൻ ഒരു ദിവസം പോകും എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. What would I say if I ever got to meet people like ഗാന്ധിജി and പണ്ഡിറ്റ് നെഹ്റു? ഗാന്ധിജി, പിന്നെ പണ്ഡിറ്റ് നെഹ്റു, അതായത് ജവഹർലാൽ നെഹ്റു, ഇതുപോലുള്ള ഉന്നതരായ വ്യക്തികളെ എനിക്ക് കാണാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ അവരായിട്ട് എനിക്കൊന്ന് സംസാരിക്കാൻ സാധിച്ചാൽ ഞാൻ എന്തായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ അവരോട് എന്തായിരിക്കും ഞാൻ സംസാരിക്കുക? But such thoughts were soon interrupted by the calls of my playmates and then the call for dinner. പക്ഷെ ആ ചിന്തകളൊക്കെ പെട്ടെന്ന് എന്നെ തടസ്സപ്പെട്ടു. എൻ്റെ കളിക്കൂട്ടുകാരെന്നെ കളിക്കാൻ വിളിച്ചു, അതിനുശേഷം എന്നെ വീട്ടിൽ നിന്ന് അത്താഴം കഴിക്കാനും വിളിച്ചു. അപ്പോൾ ഈ 2 വിളി കാരണം എനിക്ക് എന്ത് പറ്റി? ഞാൻ ആ ചിന്തയിലായിരുന്നല്ലോ, അതൊക്കെ തടസ്സപ്പെട്ടു. There was homework to be done. എനിക്ക് ധാരാളം പാഠങ്ങൾ പഠിക്കാനുണ്ട്.
and even an 8-year-old has only that much energy to spend. 8 വയസ്സുകാരനായ എനിക്ക് വലിയ എനർജി ഒന്നും ചെലവാക്കാനില്ല ഈ പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് അത്ര ഊർജ്ജമേ ഉള്ളൂ. ഒരു 8 വയസ്സുകാരന് എത്ര ഊർജ്ജം ഉണ്ടാവും, അത്രയൊക്കെ തന്നെ എനിക്ക് ഉള്ളൂ. ബൈ 9 PM ഐ വുഡ് ബി ഫാസ്റ്റ് അസ്ലീപ്. 9 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങും. എന്താ കാരണം? ആസ് ദ നെക്സ്റ്റ് ഡേ മോർ സ്റ്റഡീസ് ആൻഡ് ദ ലൈഫ് ഓഫ് എ വർക്കിംഗ് മാൻ ലേ ഇൻ സ്റ്റോർ. അതായത് അടുത്ത ദിവസം എനിക്ക് ധാരാളം പഠിക്കാനുണ്ട്. അത് കൂടാതെ ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയെ പോലെ ജോലിയും എനിക്ക് ചെയ്യാനുണ്ട്. ദിസ് റൂട്ടീൻ കണ്ടിന്യൂഡ് ഫോർ അബൌട്ട് എൻ ഇയർ. അങ്ങനെ ഈ പത്രവിതരണവും പഠിത്തവും അങ്ങ് ഒരു വർഷകാലത്തോളം അങ്ങനെ നീണ്ടുപോയി. ഇൻ ദാറ്റ് 1 year ഓഫ് റണ്ണിങ് അറൌണ്ട് വിത്ത് പേപ്പേഴ്സ് ഐ ഗ്രൂ ടോളർ ആൻഡ് ബ്രൗണർ. അങ്ങനെ ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ ഈ പത്രങ്ങൾ ഇട്ടിട്ടുള്ള ഓട്ടത്തിന്റെ ഇടയിലൊക്കെ എനിക്കെന്ത് സംഭവിച്ചു? ഞാൻ വളർന്നു. ഐ ഗ്രൂ ടോളർ. പിന്നെ ബ്രൗണർ, അതായത് എൻ്റെ നിറം ലേശം മങ്ങി. I also learned that I could now judge quite accurately the distance I could cover at a sprint with a bundle of papers in my hand. അങ്ങനെ ഈ കയ്യിൽ പത്രക്കെട്ടുകളുമായിട്ട് എത്ര ദൂരം വരെ ഓടിയെത്താൻ പറ്റും അല്ലെ ഓടിത്തീരാൻ പറ്റും എന്നുള്ളതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് കണക്കാക്കാൻ, അതായത് കൃത്യമായി കണക്കാക്കാൻ ഞാൻ പഠിച്ചു. ഹെൻസ് ഐ കുഡ് ടൈം മൈ അറൈവൽ അറ്റ് വേരിയസ് ലൊക്കാലിറ്റീസ് അറ്റ് ദ സെയിം ടൈം എവറി ഡേ. അപ്പം നമ്മൾ നേരത്തെ വായിച്ച ആ ഒരു കാൽക്കുലേഷൻ, ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ദൂരം വരെ എനിക്ക് ഓടാൻ പറ്റും, പേപ്പറുകളായിട്ട് ഓടാൻ പറ്റും എന്നുള്ളൊരു കാൽക്കുലേഷൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട് എല്ലാ ദിവസവും ഓരോ പോയിന്റിലും എനിക്ക് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരാൻ സാധിച്ചു. ഐ കുഡ് കാൽക്കുലേറ്റ് ഇൻ മൈ ഹെഡ് ദ എമൗണ്ട് ഓഡ് ടു ഷംസുദ്ദീൻ ബൈ ഈച്ച് ഓഫ് ഹിസ് സബ്സ്ക്രൈബേഴ്സ്. ഷംസുദ്ദീന്റെ ഓരോ വരിക്കാരും എത്ര പൈസ അദ്ദേഹത്തിന് കൊടുക്കാനുണ്ട് എന്നുള്ളത് എനിക്ക് മനക്കണക്ക് പറയാൻ പറ്റും. അതാണ് കാൽക്കുലേറ്റ് ഇൻ മൈ ഹെഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മിച്ചെടുത്ത് അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റുമായിരുന്നു. ആൻഡ് കുഡ് റീൽ ഓഫ് ദ നെയിംസ് ഓഫ് ദോസ് ഹു ഹാഡ് നോട്ട് പെയ്ഡ് അപ്പ് ദാറ്റ് ഡേ. അത് കൂടാതെ അന്നേ ദിവസം ആരൊക്കെ പൈസ തന്നിട്ടില്ല അവരുടെ പേരുകളൊക്കെ എനിക്ക് ഓർത്തെടുത്ത് പറയാൻ പറ്റുമായിരുന്നു. Mostly, I learned that to be a working man meant you had to be up and ready to face the day, whatever else may happen to you. ഒരു ജോലിക്കാരനാവുക എന്ന് വെച്ചാൽ ഞാൻ പ്രധാനമായിട്ടും പഠിച്ച ഒരു കാര്യം എന്തെന്നാൽ, ഒരു ദിവസം നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അത് നിങ്ങൾ നേരിടാൻ റെഡി ആയിരിക്കണം. അതാണ് പ്രധാനമായിട്ടും പഠിച്ച ഒരു കാര്യം. ഹോംവർക്ക്, ട്യൂഷൻ, പ്രേയേഴ്സ് all carried on. ബട്ട് ദ മദ്രാസ് ധനുഷ്കോടി മെയിൽ വുഡ് നോട്ട് വെയിറ്റ് ഫോർ മീ. അതായത് എൻ്റെ ഹോംവർക്ക്, എൻ്റെ ട്യൂഷൻ, എൻ്റെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. പക്ഷേ മദ്രാസ് ധനുഷ്കോടി മെയിൽ ട്രെയിന് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ലായിരുന്നു. ഐ ഹാഡ് ടു ബി പ്രസന്റ് അറ്റ് ദ സ്റ്റേഷൻ അറ്റ് ദ കറക്റ്റ് ടൈം അറ്റ് ദ കറക്റ്റ് പോയിന്റ് ടു കളക്ട് ദ ബണ്ടിൽസ് ആസ് ദേ കെയിം ഫ്ലൈയിങ് ഇൻ. അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ കറക്റ്റ് ടൈമിന് കറക്റ്റ് പോയിന്റിൽ ഉണ്ടായിരിക്കണം. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പത്രക്കെട്ടുകൾ ഇങ്ങനെ വലിച്ചെറിയായിരിക്കും, അതിങ്ങനെ പറന്ന് വന്ന് വീഴുകയാണ്. അപ്പോൾ ഇതൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ഞാൻ സ്റ്റേഷനിൽ റൈറ്റ് ടൈമിന് റൈറ്റ് പോയിന്റിൽ ഉണ്ടായിരിക്കണം. ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ബ്രഷ് വിത്ത് ടേക്കിംഗ് അപ്പ് എ റെസ്പോൺസിബിലിറ്റി ആൻഡ് സീയിങ് ടു ഇറ്റ് ദാറ്റ് ഐ കെപ്റ്റ് മൈ വേർഡ് ടു മൈ കസിൻ ഷംസുദ്ദീൻ നോ മാറ്റർ വാട്ട്. അതായത് ടേക്കിംഗ് അപ്പ് എ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. പിന്നെ പറയുന്നു കെപ്റ്റ് മൈ വേർഡ് ടു മൈ കസിൻ ഷംസുദ്ദീൻ, അതായത് കസിൻ ഷംസുദ്ദീന് കൊടുത്ത വാക്ക് പാലിക്കുക. ഈ രണ്ട് കാര്യം എന്ത് വന്നാലും, നോ മാറ്റർ വാട്ട്, എന്ത് തന്നെ വന്നാലും ഇത് രണ്ടും ചെയ്യും എന്നുള്ള കാര്യത്തിന് ഉറപ്പ് വരുത്തുക. അതായിരുന്നു എൻ്റെ ആദ്യ ലക്ഷ്യം. ഫസ്റ്റ് ബ്രഷ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഓൾസോ ദ മോസ്റ്റ് എൻജോയബിൾ ടൈം. ഐ ലവ്ഡ് എവറി മൊമെന്റ് ഓഫ് ഇറ്റ്, often notwithstanding the intense tiredness every night. എല്ലാ ദിവസവും രാത്രി എനിക്ക് കഠിനമായ ക്ഷീണം, അതാണ് ഇൻറ്റൻസ് ടയർഡ്നെസ്, കഠിനമായ ക്ഷീണം ഉണ്ടാകും. അതൊന്നും വകവയ്ക്കാതെ, കാര്യമാക്കാതെ, അതാണ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ്, കാര്യമാക്കാതെ ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഓരോ നിമിഷത്തെയും ഞാൻ സ്നേഹിച്ചു. My mother often fretted at my taking up this additional work and the toll it was taking on me, but I shook my head and smiled at her. എൻ്റെ അമ്മ എപ്പോഴും വല്ലാതെ വിഷമിക്കും. ഫെറ്റേഡ് എന്ന് പറഞ്ഞാൽ വിഷമിക്കുമായിരുന്നു. എന്തിന്? ഞാൻ ഈ എക്സ്ട്രാ ജോലി ചെയ്യുന്നതിലും അതിൽ നിന്ന് എനിക്കുണ്ടാവുന്ന ഈ ക്ഷീണമൊക്കെ കണ്ടിട്ട് അമ്മ വല്ലാതെ വിഷമിക്കും. പക്ഷേ അതൊന്നും സാരമില്ല, അതൊന്നും പ്രശ്നമില്ല എന്നുള്ളത് അമ്മേനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മേനെ നോക്കി തലയാട്ടിക്കൊണ്ട് പുഞ്ചിരിക്കും. Knowing that my earnings were somehow helping us all, and that she was secretly proud of me for having taken on the role of a working man at the age of 8.
കെപ്റ്റ് മീ ഗോയിങ് വിത്ത് എ സ്മൈൽ ഓൺ മൈ ഫേസ്. ഇവിടെ അബ്ദുൽ കലാം എന്താ പറയുന്നത്? എൻ്റെ ഈ ചെറിയ വരുമാനം കൊണ്ട് എൻ്റെ കുടുംബത്തിന് വലിയൊരു സഹായമാവുന്നുണ്ട്. അത് കൂടാതെ ഇത്രയും ചെറിയ വയസ്സിൽ ഞാൻ ഈ ജോലിയൊക്കെ ഏറ്റെടുത്ത് ഇത്രയും കഠിനമായി അധ്വാനിക്കുന്നത് കാണുമ്പോൾ എൻ്റെ അമ്മ വളരെ രഹസ്യമായിട്ട് അഭിമാനിക്കുന്നുമുണ്ട്. അപ്പം ഈ കാരണം കൊണ്ട് എനിക്ക് ഈ ജോലി വളരെ സന്തോഷത്തോടുകൂടെ ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വളരെ ഉത്സാഹത്തോടെ ആ ജോലി ചെയ്തുകൊണ്ട് ഇരുന്നത്. ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന ഈ ലെസൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസ് നിങ്ങൾ രേഖപ്പെടുത്തണം.